ശബരിമല സ്വർണ്ണക്കൊള്ളയുടെ അന്വേഷണം ഉന്നതരിലേക്ക് വ്യാപിപ്പിക്കണമെന്ന് ഹൈക്കോടതി. കേസിൽ പ്രതികളായ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ സെക്രട്ടറി എസ് ജയശ്രീ, മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ എസ് ശ്രീകുമാർ എന്നിവരുടെ മുൻകൂർ ജാമ്യം തള്ളിയ ഉത്തരവിലാണ് കോടതിയുടെ പരാമർശം. നിലവിലെ അന്വേഷണം ശരിയായ ദിശയിലാണെന്നും കോടതി വ്യക്തമാക്കി. കേസിൽ എഫ്ഐആർ ആവശ്യപ്പെട്ട് ഇഡി കൊല്ലം വിജിലൻസ് കോടതിയെ സമീപിച്ചു. ഹൈക്കോടതി പരാമർശം ഗുരുതരമെന്നും സ്വർണം കട്ടവരെ സിപിഐഎം സംരക്ഷിക്കുന്നുവെന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു. പ്രതികരണം കേൾക്കാം. മുൻ ദേവസ്വം മന്ത്രി, ഇപ്പോഴത്തെ ദേവസ്വം മന്ത്രി, അതുപോലെ ദൈവതുല്യനായ ആളെന്ന് പത്മകുമാർ വിശേഷിപ്പിച്ച ആളുകൾ ഉൾപ്പെടെ എല്ലാ വൻതോക്കുകളും ഇതിനകത്തുണ്ട്. അപ്പോൾ ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ജയിലിലേക്കുള്ള CPM നേതാക്കളുടെ ഘോഷയാത്ര തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇനിയും ഇതിനേക്കാൾ വലിയ നേതാക്കന്മാർ വന്നു ചേരാനുണ്ട് എന്നാണ് കോടതി വിധിയിലൂടെ പുറത്തു പറയേണ്ടത്. തെറ്റ് ചെയ്ത ആരെയും പാർട്ടി സംരക്ഷിക്കില്ലെന്ന് മുഖ്യമന്ത്രി ഇന്നും ആവർത്തിച്ചു. വിഷ്ണു സുരേഷ് വിവരങ്ങളുമായി. വിഷ്ണു, ഇന്നിപ്പോൾ കോടതി നടത്തിയ പരാമർശം അത് ഗുരുതരമായ പരാമർശമാണ്. ഉന്നതരിലേക്ക് എന്ന് പറയുമ്പോൾ അത് രാഷ്ട്രീയ നേതൃത്വം എന്നുകൂടി അർത്ഥമാക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കണം. അനുജ, ഇന്നലെ എസ് ശ്രീകുമാറിന്റെയും എസ് ജയശ്രീയുടെയും ജാമ്യ ഹർജി തള്ളിക്കൊണ്ടുള്ള ഉത്തരവിലാണ് കോടതിയുടെ സുപ്രധാനമായ നിരീക്ഷണമുള്ളത്. നിലവിൽ SIT അന്വേഷണം ശരിയായ ദിശയിൽ മുന്നോട്ട് പോകുന്നുണ്ട്. പക്ഷേ അതിന്റെ ഗൂഢാലോചന അടക്കം, ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടുള്ള ഗൂഢാലോചന അടക്കം പുറത്തു വരണമെങ്കിൽ കുറച്ചുകൂടി വൈഡർ സെൻസിൽ അന്വേഷണം വേണം. അത് ബിഗ് ഗൺസ് എന്ന വാക്കാണ് കോടതി അതുമായി ബന്ധപ്പെട്ട് ഉപയോഗിക്കുന്നത്. പ്രത്യേകിച്ച് ഈ കേസിലെ ഒന്നാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ശബരിമലയിൽ പൂർണ്ണ സ്വാതന്ത്ര്യം നൽകിയത് ചില ഉന്നത ആളുകളാണ്. അവരെ കൂടി ഈ കേസിന്റെ പരിധിയിലേക്ക് കൊണ്ടുവരണം എന്നാണ് നിലവിൽ കോടതി പറയുന്നത്. അതായത് ചില ഉദ്യോഗസ്ഥർ മാത്രം വിചാരിച്ചാൽ മാത്രം ശബരിമലയിൽ ഇത്തരത്തിലുള്ള ഒരു വലിയ കൊള്ള സാധ്യമാകില്ല. അതിന് ഉന്നത സഹായം ലഭ്യമായിട്ടുണ്ട്. അത്തരത്തിൽ കൂടി അന്വേഷണം ഉറപ്പിക്കണമെന്ന് കോടതി പറയുന്നു. അത് വരികൾക്കിടയിലൂടെ വായിച്ചാൽ രാഷ്ട്രീയ നേതൃത്വത്തിലേക്ക് തന്നെ എന്ന് നമുക്ക് മനസ്സിലാകും. കാരണം ഇതിനോടകം തന്നെ പിടിയിലായ ആളുകളുടെ ലിസ്റ്റൊക്കെ കോടതിക്ക് മുൻപിലുണ്ട്. അപ്പോൾ അതിനും അപ്പുറത്തേക്ക് ആളുകളുണ്ട് എന്ന് കോടതി സംശയിക്കുന്നു. അതിലേക്ക് അന്വേഷണം പോകണം എന്നാണ് കോടതി നിർദ്ദേശിച്ചിട്ടുള്ളത്. ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം, കഴിഞ്ഞ തവണ ദേവസ്വം ബെഞ്ച് ഇവരുടെ ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട ഹർജി പരിഗണിച്ച ഘട്ടത്തിൽ മറ്റു പരാമർശങ്ങളൊന്നും നടത്തിയിരുന്നില്ല. അന്വേഷണം നിർണായകമായ ഘട്ടത്തിലാണ് മുന്നോട്ട് പോട്ടെ എന്ന് മാത്രമാണ് പറഞ്ഞത്. പക്ഷേ ഇതിപ്പോൾ സിംഗിൾ ബെഞ്ച്, അഴിമതി വിരുദ്ധ നിയമവുമായി ബന്ധപ്പെട്ട ഹർജികൾ പരിഗണിക്കുന്ന സിംഗിൾ ബെഞ്ച് ജസ്റ്റിസ് A ബദറുദ്ദീന്റെ ബെഞ്ചിന്റെ ഭാഗത്താണ് ഇത്തരത്തിലൊരു പരാമർശം ഉണ്ടായത്. അത് രാഷ്ട്രീയമായി കൂടി ഇന്ന് ചർച്ചയായിട്ടുണ്ട്. അനുജ, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.